തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 45-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, എന്നെ തൊട്ടതാര് എന്ന് യേശു ചോദിച്ചു. അവിടെ ഒരു ചോദ്യമാണ്, എന്നെ തൊട്ടതാര്? കർത്താവായ യേശു ക്രിസ്തു തന്നെ പിൻഗമിക്കുന്ന പുരുഷാരത്തിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് തിരിഞ്ഞു നോക്കി ചോദിക്കുകയാണ്, എന്നെ തൊട്ടതാര്? നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു സംഭവമാണ്. കർത്താവ് 12 സംവത്സരമായി രക്തസ്രവമുള്ളവളായ ഒരു സ്ത്രീക്ക് സൗഖ്യം കൊടുക്കുന്നത്. എന്നാൽ ഈ സൗഖ്യം സംഭവിക്കുന്നത് കർത്താവ് നേരിട്ട് അവളോട് സംസാരിക്കുകയോ സ്ത്രീയെ നീ സൗഖ്യമാകാം എന്ന് പറയുകയോ ഒന്നും ചെയ്തിട്ടല്ല. ആ രക്തസ്രാവക്കാരിയുടെ സ്ത്രീയുടെ വിശ്വാസം മൂലമാണ് ഇവിടെ സൗഖ്യം സംഭവിക്കുന്നത്. അവൾ കർത്താവിൻ്റെ അടുക്കൽ കടന്നു വന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുകയോ അപേക്ഷിക്കുകയോ, ഗുരു എന്നെ സൗഖ്യമാക്കണമേ, നീ സൗഖ്യദായകനല്ലോ എന്ന് പറയുകയോ ഒന്നും ചെയ്തില്ല. അവൾ കർത്താവിനെക്കുറിച്ച് ഒരു കേൾവി കേട്ടു. ഇതിൻ്റെ 43-ാം വാക്യം മുതൽ നാം വായിക്കുമ്പോൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, അന്ന് 12 സംവത്സരമായി രക്തസ്രാവമുള്ളവളും സമ്പാദ്യമെല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും ആരാലും സൗഖ്യം വരുത്തുവാൻ കഴിയാഞ്ഞവളുമായ ഒരു സ്ത്രീ പിറകിൽ അടുത്തു ചെന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടു. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു യായിറോസിൻ്റെ മകളെ സൗഖ്യമാക്കുവാനായി കടന്നു പോകുന്ന വഴിയാണ്. യായിറോസ് പള്ളി പ്രമാണിയാണ്. യായിറോസ് കർത്താവിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ഗുരു, എൻ്റെ മകൾ അത്യാസന നിലയിലാണ്, അങ്ങ് ഓടി വരണം, എൻ്റെ കുഞ്ഞിനെ സൗഖ്യമാക്കണം എന്നെല്ലാം പറയുമ്പോൾ കർത്താവ് ആ യായിറോസിൻ്റെ പള്ളിപ്രമാണിയുടെ മകളെ സൗഖ്യമാക്കുവാനായിട്ട് കടന്നു പോകുന്ന അവസരം, കർത്താവിനോടുകൂടി വലിയ പുരുഷാരമുണ്ട്. കർത്താവിനെ തിക്കി തിരക്കി വലിയൊരു കൂട്ടം കർത്താവിനെ പിൻഗമിക്കുന്നുണ്ട്. കർത്താവിൻ്റെ ശിഷ്യന്മാരും കൂടെയുണ്ട്. ഈ കൂട്ടത്തിലേക്കാണ് രക്തസ്രവമുള്ളവളായ ഒരു സ്ത്രീ കടന്നു വരുന്നത്. ഒത്തിരി പുരുഷാരം അനുഗമിക്കുന്നതിൻ്റെ ഇടയിൽ സാധാരണ രക്തസ്രവമുള്ളവർക്ക് ഒരിക്കലും മനുഷ്യരുടെ ഇടയിലേക്ക് കടന്നു വരുവാൻ സ്വാതന്ത്ര്യമില്ല. അങ്ങനെയാണ് അന്ന് ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിലുണ്ടായിരുന്ന മതനിയമപ്രകാരം അവൾക്ക് ഒരിക്കലും കർത്താവിൻ്റെ അരികിലേക്ക് കടന്നു വരുവാൻ സാധ്യതയില്ലാത്തൊരു വ്യക്തിയാണ്. എന്നാൽ 12 സംവത്സരമായി അവളുടെ രോഗബാധ അവളെ ശല്യപ്പെടുത്തിയിരുന്നു. തൻ്റെ മുതലെല്ലാം വൈദ്യന്മാർക്ക് കൊടുത്ത് അവൾ ഏറ്റവും പരവശയായിരുന്നു, ഏറ്റവും സങ്കടമുള്ളവളായിരുന്നു. പക്ഷേ അവൾ കർത്താവിൻ്റെ വാർത്ത കേട്ടപ്പോൾ കർത്താവ് കുരുടരെ സൗഖ്യമാക്കുന്നു, കർത്താവ് ചെകിടർക്ക് കേൾവി കൊടുക്കുന്നു, കർത്താവ് ഊമരെ സംസാരിക്കുമാറാക്കുന്നു, കുഷ്ഠരോഗികൾക്ക് സൗഖ്യം കൊടുക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നു, ഇതെല്ലാം കേട്ട് അവളുടെ ഹൃദയത്തിൽ വലിയൊരു വിശ്വാസം വളർന്നു വന്നു. അവൾ വിശ്വസിച്ചു, ഈ കർത്താവിന് എൻ്റെ രോഗത്തെ സൗഖ്യമാക്കുവാൻ കഴിയും. അവൾ തൻ്റെ പ്രതികൂലങ്ങളെ ഒന്നും ഓർത്തില്ല. തൻ്റെ മുൻപിലുള്ളതായ താൻ മുന്നോട്ട് ഇറങ്ങിയാൽ തന്നെ ഒരുപക്ഷെ മറ്റുള്ളവർ ആട്ടി ഓടിക്കുമെന്നോ ഈ സമൂഹത്തിലേക്ക് തനിക്ക് കടന്നു ചെല്ലുവാൻ സാധ്യതയില്ല എന്നുള്ളതായ ആ പ്രതികൂലങ്ങളെ എല്ലാം മാറ്റിവെച്ചിട്ട് അവൾ ഒരു കാര്യം വിശ്വാസത്താൽ ഉറച്ചു, ഈ കർത്താവിൻ്റെ അരികിൽ ചെന്നാൽ എനിക്ക് സൗഖ്യം ലഭിക്കുമെന്ന്. അവൾ ആ പുരുഷാരത്തിൻ്റെ ഇടയിൽ കൂടി കടന്നു ചെന്ന്, അവളുടെ വിശ്വാസം വളരെ വലിയതായിരുന്നു. ആ കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും ഒന്ന് തൊട്ടാൽ, ആ കർത്താവ് കടന്നു പോകുന്ന വഴിയിലൊന്ന് നിന്നിട്ട് ആ വസ്ത്രത്തിൻ്റെ അറ്റത്തൊന്ന് സ്പർശിച്ചാൽ മതി, എൻ്റെ രോഗത്തിന് സൗഖ്യം കിട്ടുമെന്നുള്ളതായ അവളുടെ വിശ്വാസം. ആ വിശ്വാസത്തോടെ ആ സ്ത്രീ കർത്താവിൻ്റെ പുറകാലെ ചെന്ന്, മുൻപിലുകൂടിയല്ല അവൾ കടന്നു ചെന്നത്, കർത്താവിൻ്റെ മുന്നിലേക്ക് ഓടി ചെല്ലുകയല്ല ചെയ്തത്. ആ കുഷ്ഠരോഗികൾ വിളിച്ച് പ്രാർത്ഥിച്ച പോലെ ഉറക്കെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തില്ല. കുരുടനായ ഭർത്തിയുമായി കരഞ്ഞതുപോലെ, യേശുവേ ദാവീദ് പുത്രൻ എന്നോട് കരുണ തോന്നണമെന്ന് അവൾ ഉറക്കെ കരഞ്ഞതുമില്ല. അവൾ വിശ്വാസത്തോടുകൂടി കർത്താവിൻ്റെ പുറകിൽ ചെന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ ഒന്ന് തൊട്ടു. അവളുടെ വിശ്വാസം എത്ര വലിയതായിരുന്നു പ്രിയപ്പെട്ടവരെ! ആ സ്ത്രീ വളരെയധികം വിശ്വാസത്തിൽ നിറഞ്ഞ ഒരുവളായിരുന്നു. അവൾ വിശ്വാസത്തോടെ സ്പർശിച്ചപ്പോൾ കർത്താവ് അവിടെ നിന്നിട്ട് കർത്താവ് പുറകിലേക്ക് തിരിഞ്ഞു നോക്കി ചോദിക്കുന്ന, ആ പുരുഷാരത്തിൻ്റെ ഇടയിൽ നിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്നെ തൊട്ടതാര്? ഹല്ലേലൂയ. അതെ, എത്രയോ പുരുഷാരമാണ് കർത്താവിനെ തിക്കി തിരക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേർ തിക്കിയാണ് പോകുന്നത്, കൂട്ടിമുട്ടിയാണ് പോകുന്നത്. എന്നാൽ അതിൻ്റെ ഇടയിൽ വിശ്വാസത്തോടെ തന്നെ തൊട്ട ഒരുവളുടെ സ്പർശനം കർത്താവ് തിരിച്ചറിഞ്ഞു. ഹല്ലേലൂയ. ഒരുപാട് പേർ തന്നെ സ്പർശിക്കുന്നുണ്ടായിരുന്നു. തൻ്റെ ശിഷ്യന്മാരും കൂടെയുള്ളതായ പുരുഷാരവും എല്ലാം തന്നെ സ്പർശിച്ചുകൊണ്ട് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ വിശ്വാസത്തോടെ അതിൻ്റെ ഇടയിൽ കൂടി കടന്നു വന്ന് തൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിലൊന്ന് തൊട്ടപ്പോൾ കർത്താവിൻ്റെ ശരീരത്തിലൊന്നുമല്ല അവൾ തൊട്ടത്, കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ ആ കർത്താവ് ധരിച്ചിരുന്ന അങ്കിയുടെ അറ്റത്താണ് അവൾ ഒന്ന് സ്പർശിച്ചത്. എന്നാൽ ആ സ്പർശനത്തിൻ്റെ ആ നിമിഷത്തിൽ തന്നെ കർത്താവ് തങ്ങളിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് തിരിച്ചറിഞ്ഞു.
അതെ, വിശ്വാസത്തോടുകൂടി നാം കർത്താവിനെ സ്പർശിച്ചാൽ, വിശ്വാസത്തോടുകൂടി കർത്താവിൻ്റെ അരികിലേക്ക് കടന്നു ചെന്നാൽ കർത്താവിൽ നിന്ന് ശക്തി വ്യാപരിക്കും. കർത്താവ് അതറിയും. എത്ര പുരുഷാരം, എത്ര ആളുകൾ ചുറ്റും നിൽക്കുന്നുണ്ടെങ്കിലും, ഒരു സഭയിൽ ഒരു പക്ഷേ ഒരുപാട് പേർ കൂടിയിരുന്ന് ആരാധിക്കുന്ന ഒരു ചർച്ചാണെങ്കിലും, അല്ല ഒരു പക്ഷേ നാം ഏകരായി നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിലും, നാം വിശ്വാസത്തോടു കൂടിയാണ് കർത്താവിൻ്റെ അരികിലേക്ക് കടന്നു ചെല്ലുന്നെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രാർത്ഥന സ്വർഗ്ഗ കവാടം തുറന്ന് കർത്താവിൻ്റെ സന്നിധിയിലെത്തും. അതെ, കർത്താവ് അത് അറിയും. പ്രിയപ്പെട്ടവരെ, നാം ഏകാന്തതയിലിരുന്നായിരിക്കാം നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മുടെ കർത്താവിനോട് പറയുന്നത്. മറ്റാരും നമ്മെ സഹായിക്കുവാനില്ലായിരിക്കാം, ആരും നമ്മുടെ നിലവിളി കാണുവാനോ കേൾക്കുവാനോ ഇല്ലായിരിക്കാം. എത്ര ജനക്കൂട്ടത്തിൻ്റെ ഇടയിലാണെങ്കിലും, എത്ര വിശ്വാസികളുടെ ഇടയിലാണെങ്കിലും, എത്ര ആരാധന മുഴക്കുന്ന സംഘത്തിൻ്റെ ഇടയിലാണെങ്കിലും, ഞാനൊരാൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ഒരു കർത്താവ് ജീവിച്ചിരിക്കുന്നു, അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്ന വിശ്വാസത്തോടുകൂടി ആ കർത്താവിനെ ഒന്ന് തൊട്ടാൽ കർത്താവിൽ നിന്ന് ശക്തി പുറപ്പെടും. പ്രിയപ്പെട്ടവരെ, അത് അന്ന് മാത്രമല്ല, ഇന്നും അത് അങ്ങനെ തന്നെയാണ്. നാം വിശ്വാസത്തോടുകൂടി അവൻ്റെ അരികിലേക്ക് കടന്നു ചെല്ലുന്നുവെങ്കിൽ ആ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. വിശ്വാസത്തോടുകൂടി ഇന്ന് നാം കർത്താവിനെ തൊട്ടാൽ കർത്താവിങ്കിൽ നിന്ന് ശക്തി പുറപ്പെടും, നമ്മുടെ രോഗവും സൗഖ്യമാകും. വിശ്വാസത്തോടുകൂടി കർത്താവിനെ തൊട്ടാൽ നമ്മുടെ പ്രതികൂലങ്ങൾക്കും കർത്താവ് മറുപടി തരും. വിശ്വാസത്തോടുകൂടി കർത്താവിൻ്റെ അരികിലേക്ക് കടന്നു ചെന്നാൽ കർത്താവ് നമ്മുടെ കണ്ണുനീരും തുടയ്ക്കും. മറ്റാരും നമ്മുടെ അരികിലേക്ക് കടന്നു വരുവാനില്ല എങ്കിലും, മറ്റാരും നമ്മുടെ പ്രാർത്ഥനകൾക്കോ അല്ലെങ്കിൽ നമ്മുടെ സങ്കട വിഷയങ്ങൾക്കോ പരിഹാരം ഉപദേശിച്ച് തരുവാനില്ല എങ്കിലും, കർത്താവായ യേശു ക്രിസ്തു തക്ക സമയത്ത് നമ്മുടെ അരികിലേക്ക് കടന്നു വരും. ഈ നല്ല കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. അതെ, കർത്താവ് അന്ന് ചോദിച്ചതുപോലെ ഇന്നും ചോദിക്കുന്നുണ്ട്, എന്നെ തൊട്ടതാര്, എന്നെ തൊട്ടതാര്. അതെ, അനേകം പേർ തൊടുമ്പോൾ ശിഷ്യന്മാർ കർത്താവിനോട് ചോദിക്കുന്നുണ്ട്, ഗുരു, ജനം നിന്നെ തിക്കി തിരക്കുന്നു. ജനമല്ല, എല്ലാവരും പറയുകയാണ്, എല്ലാവരും ഞാനല്ല ഞാനല്ല എന്ന് പറഞ്ഞു. എല്ലാവരും കർത്താവിന് തൊട്ട് പോവുകയാണ്. പക്ഷേ എന്നെ തൊട്ടത് ആരെ എന്ന് ചോദിച്ചപ്പോൾ അവരാരും പറഞ്ഞില്ല, ഞാനാണ് നിന്നെ തൊട്ടത്, ഈ തിക്കിത്തിരക്കിൻ്റെ ഇടയ്ക്കിൽ ഞാൻ അറിയാതെ നിന്നെ തൊട്ടുപോയതാണോ എന്നൊന്നും ആരും പറഞ്ഞില്ല. ഞാനല്ല എന്ന് എല്ലാവരും പറഞ്ഞു. തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ പറഞ്ഞു, ഗുരു, ജനം നിന്നെ തിക്കി തിരക്കുന്നു, ഇതിൻ്റെ കൂട്ടത്തിൽ ആരാണ് നിന്നെ തൊട്ടതെന്ന് എങ്ങനെ അറിയുവാനാണ്? പക്ഷേ കർത്താവ് അത് ചെയ്തവളെ കാണുവാൻ ചുറ്റും നോക്കി. ഹല്ലേലൂയ. തിരിഞ്ഞു നോക്കി, ഒരാൾ എന്നെ തൊട്ടു, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞു. ആ സ്ത്രീ താൻ മറഞ്ഞിരിക്കുന്നില്ല എന്നറിഞ്ഞിട്ട് കർത്താവിൻ്റെ അരികിൽ വിറച്ചുകൊണ്ട് കടന്നു വന്നു. കർത്താവ് അവളോട് പറഞ്ഞൊരു വാക്യമുണ്ട്, മകളെ, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോകുക. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് വിശ്വാസത്തോടെ കർത്താവിനെ തൊടുവാൻ നിങ്ങൾ തയ്യാറാണോ? വിശ്വാസത്തോടെ കർത്താവിൻ്റെ അരികിലേക്ക് കടന്നു വരുവാൻ, നിങ്ങളുടെ ആവശ്യങ്ങൾ കർത്താവിനോട് പറയുവാൻ തയ്യാറാണോ? എങ്കിൽ കർത്താവിൽ നിന്ന് ശക്തി പുറപ്പെടും. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും മറുപടി ലഭിക്കും. ഈ കർത്താവ് നമ്മളെ നോക്കി പറയും, മകളെ, മകനെ, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോകാം. അതെ, നമ്മെ സമാധാനത്തോടെ മടക്കി അയക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ സമാധാനം കൊണ്ട് നിറയ്ക്കുന്ന നല്ല കർത്താവ് ഇന്നും ജീവിക്കുന്നു. ഈ കർത്താവിൻ്റെ അരികിലേക്ക് കടന്നു വരൂ. ഈ കർത്താവ് നിങ്ങളെ വിളിക്കുന്നു. അവൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതം, തകർക്കപ്പെട്ടു പോയ ജീവിതം, തകർന്നു പോയ ജീവിതം, പ്രത്യാശയില്ലാത്ത ജീവിതം, നിരാശയിലാണ്ടുപോയ ജീവിതം ഈ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കൂ. വിശ്വാസത്തോടെ അവനെ ഒന്ന് തൊടൂ. കർത്താവിൽ നിന്ന് ശക്തി പുറപ്പെടും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. കർത്താവ് നിങ്ങളുടെ വിഷയങ്ങൾക്ക് മറുപടി നൽകും. ഈ നല്ല കർത്താവിന് വേണ്ടി നമ്മുടെ ജീവിതം വേർതിരിക്കാം. കർത്താവിൻ്റെ പൊന്നു തിരുനാമം മാത്രം എന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ.